പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 47-ാം വാക്യം. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ. 17-ാം അധ്യായം നോക്കുമ്പോൾ ഇസ്രായേലിലും ഫെലിസ്ത്യരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് കാണുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ഫെലിസ്ത്യരുടെ മല്ലൻ എന്ന് പറയുന്നത് ഗോലിയാത്താണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയൊക്കെ വ്യക്തമായിട്ട് ഹല്ലേലൂയ ഈ 17-ാം അധ്യായം വായിക്കുമ്പോൾ, അതായത് 4 മുതലുള്ള വാക്യം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശെക്കേൽ തൂക്കമുള്ള ഒരു താമര കവചവും ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടുള്ള വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടുപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശെക്കേൽ ഇരുമ്പായിരുന്നു. നോക്കൂ, ഇങ്ങനെയുള്ള ഫെലിസ്ത്യൻ്റെ അടുക്കലേക്കാണ് ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. പ്രിയ മക്കളെ, ശൗലിനോടൊപ്പം നിൽക്കുന്ന ഈ യുദ്ധത്തിൽ ഇശായിയുടെ മക്കളും ഉണ്ടായിരുന്നു. ഇശായിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇശായിക്ക് 8 മക്കളാണുള്ളത്. അവരിൽ മൂത്തവരായ ഏലിയാബും അബീനാദാബും ശമ്മയും ഈ യുദ്ധത്തിന് പോയിട്ടുണ്ട്. നോക്കൂ, ദാവീദ് ഇവരിലെല്ലാവരിലും ഈ 8 മക്കൾ ഏറ്റവും ഇളയവനാണ് ദാവീദ്. ഹല്ലേലൂയ. ഈ ദാവീദ് ആടുകളെ മേയ്പ്പാൻ അപ്പനോടൊപ്പം അപ്പൻ്റെ ആടുകളെ മേയ്പ്പാൻ കാട്ടിലൊക്കെ പോവുകയായിരുന്നു. ഹല്ലേലൂയ. ഏകദേശം 40 ദിവസത്തോളം ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 16-ാം വാക്യത്തിൽ പറയുന്നു, ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്നു നിന്നു. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനെ തൻ്റെ പിതാവ് ഹല്ലേലൂയ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിപ്പാൻ വേണ്ടി പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ കൈവശം ഹല്ലേലൂയ അവർക്ക് കഴിക്കുവാൻ വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്താണ് വിടുന്നത്. ഹല്ലേലൂയ. അതായത് ഇവിടെ പറയുന്നുണ്ട്, ഇശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ 1 പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ഹല്ലേലൂയ. എല്ലാം പറഞ്ഞ ദാവീദിനെ തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് വിടുകയാണ്. ദാവീദ് തൻ്റെ സഹോദരന്മാരെ ഏലാം താഴ്വരയിൽ ഫെലിസ്ത്യരോടൊപ്പം നിൽക്കുന്നത് കണ്ടു. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആ സമയത്താണ് ഗോലിയാത്ത് വെല്ലുവിളിയുമായിട്ട് മുമ്പോട്ട് വരുന്നത്. ഹല്ലേലൂയ. ഈ ദാവീദ് കാണുന്നത്, ഈ ഫെലിസ്ത്യനായ ഹല്ലേലൂയ ഈ വെല്ലുവിളിയൊക്കെ മനസ്സിലാക്കിയ ദാവീദ് 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, ജനങ്ങൾ പറഞ്ഞ് അവന് കൊല്ലുന്നവന് രാജാവ് മഹാസമ്പന്നനാക്കുകയും തൻ്റെ മകളെ അവന് കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. എന്തെല്ലാം കൊടുക്കും അതെല്ലാം ജനങ്ങൾ ഇവനോട് പറഞ്ഞു കേൾപ്പിക്കുക. പ്രിയ മക്കളെ, ഇന്നും നോക്കൂ, ഇങ്ങനെ വെല്ലുവിളികളുമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടർ നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. ഇതിനെ ജയിച്ചടക്കുവാൻ മുന്നോട്ട് പോകുന്നവരെ പിറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്നവരാണ് ഇന്ന് കൂടുതലുമുള്ളത്. നോക്ക്, ഇവിടെ ദാവീദ് ഇതെല്ലാം കേട്ടറിഞ്ഞപ്പോൾ തൻ്റെ സഹോദരങ്ങളെ തന്നെ ഹല്ലേലൂയ സഹോദരങ്ങൾ തന്നെ അവനോട് ചോദിക്കുക, നീ എന്തിനാ ഇവിടെ വന്നത്? അപ്പൻ്റെ ആടുകളെ വിട്ടിട്ട് പട കാണാൻ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ, അതായത് നിന്റെ നികളവും അഹങ്കാര ഭാവമൊക്കെ ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സഹോദരങ്ങൾ ഇവനെ അതും ഇതുമൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി അവനെ പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാം. പറഞ്ഞയക്കാനൊക്കെ നോക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ യഹോവ കൂടെയുള്ള ദാവീദ് എന്താണ് ചെയ്തത് നോക്കൂ പ്രിയ മക്കളെ. ശൗലിനോട് തന്നെ ചെന്ന് പറയുകയാണ്, ഇവന്റെ നിമിത്തം നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും.
പക്ഷെ ഇത് കേട്ടപ്പോൾ നോക്കൂ, ശൗൽ ദാവീദിനോട് എന്താണ് പറയുന്നത് നോക്കണം. ഹല്ലേലൂയ. ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. പ്രിയ മക്കളെ, ഇന്നും ഓരോരുത്തരും കുടുംബ മഹിമയൊക്കെ പറഞ്ഞ് ഇതുപോലെ പറഞ്ഞിരിക്കുക. നീ എന്താ എന്നെ നന്നാക്കാൻ വന്നയാണോ? നീ എന്നെ ഉപദേശിക്കാൻ വന്നയാണോ? നിന്റെ ഇനി ഒരു ഹല്ലേലൂയ കുറവും കൂടെ ഞങ്ങൾക്കുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് ഇങ്ങനെ ഹല്ലേലൂയ ഇരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, 17-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ ദാവീദ് എന്തൊക്കെയാ പറയാൻ നോക്കൂ. ദാവീദ് ആടിനെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ പല വന്യമൃഗങ്ങളൊക്കെ വന്ന് എൻ്റെ ആടിനെയൊക്കെ പിടിക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നെല്ലാം തൻ്റെ ആടുകളെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ശൗലിനോട് കാര്യങ്ങളൊക്കെ പറയാ. പ്രിയ മക്കളെ നോക്കൂ, ആ വന്യമൃഗങ്ങളിൽ നിന്ന് എൻ്റെ ആടിനെ രക്ഷിച്ച ദൈവം ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. പ്രിയരെ, കാട്ടിൽ ആടിനെ മേയിച്ചു നടന്ന ദാവീദിന് ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം എത്രമാത്രമാണെന്ന് നാം നോക്കണം. നാളുകളായിട്ട് ദൈവവചനം കേട്ടിട്ടും ഹല്ലേലൂയ നമ്മളിലുള്ള വിശ്വാസം എന്താണ്? ഹല്ലേലൂയ. ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ കണ്ട് പേടിച്ചിരിക്കുന്ന സൈന്യത്തിന്റെ മുമ്പിൽ ഈ ബാലനായ ദാവീദിന് ചെല്ലുവാൻ ഒരു ഭയവുമില്ല. കാരണം എന്താ? ദൈവം അവനോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രു സൈന്യത്തെ പേടിക്കേണ്ടതായ ഒരു കാര്യം ഹല്ലേലൂയ നമുക്കില്ല. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ ശരീരപ്രകൃതിയൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. അതെങ്ങനെയായാലും ഹല്ലേലൂയ ദൈവം കൂടെ ഉണ്ടായാൽ മതി സൈന്യത്തെയൊക്കെ ജയിച്ചടക്കുവാൻ. പ്രിയ മക്കളെ, ഹല്ലേലൂയ ദാവീദ് എന്താണ് ചെയ്തതെന്ന് നോക്കുക നമുക്ക്. ഹല്ലേലൂയ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും എടുത്ത് തൻ്റെ പൊക്കണത്തിലൊക്കെ ഇട്ട് ഹല്ലേലൂയ കയ്യിൽ കവിണയുമായിട്ട് ഹല്ലേലൂയ ഫെലിസ്ത്യ മല്ലനെ നേരിടുവാൻ പോകുക. ഹല്ലേലൂയ. നോക്കൂ, ദാവീദിനെ പറ്റി പറയുന്നത്, പ്രത്യേകിച്ച് ദാവീദിന്റെ കാര്യം പറയുന്നുണ്ട്. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമാണെന്ന്. ഹല്ലേലൂയ. നോക്കൂ, ഫെലിസ്ത്യൻ ആ ബാലനെ കണ്ടപ്പോൾ ഹല്ലേലൂയ നീ എന്തിനാ ഈ വടികളുമായിട്ട് എൻ്റെ നേരെ വരുവാൻ? ഞാൻ നായോ? ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഹല്ലേലൂയ. പലരും ഇതുപോലെ ഇന്നും വെല്ലുവിളിച്ചുകൊണ്ട് ഇരിക്കുന്ന പ്രിയ മക്കളെ, ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ അതായത് ഭാരപ്പെട്ടിരിക്കുവാനല്ല. ഹല്ലേലൂയ ഇന്നും വെല്ലുവിളിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഇതേ അനുഭവത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ നീ എന്താ, നിനക്ക് എന്തുണ്ട് ആസ്തി, എനിക്ക് ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മുന്നിൽ യഹോവയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ജയിച്ചടക്കുവാൻ നമുക്ക് കഴിയും. പ്രിയ മക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുള്ളവർ മറുപടി പറയും, നീ വാളും കുന്തവും വേലുമായിട്ട് എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ഇതാ ഒരു ദൈവ പൈതൽ മറുപടി കൊടുക്കുന്നത്. നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ എന്തു ചെയ്യുവോ ഹല്ലേലൂയ ശത്രുവിന്റെ മുമ്പിൽ ചെല്ലു. പ്രിയ മക്കളെ, അവിടെ ശത്രുക്കൾക്ക് നമ്മെ ഒന്നും ചെയ്യുവാൻ അനുവാദം കൊടുക്കുകയില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ തൻ്റെ നേരെ വരുന്ന ശത്രുക്കളോട് ഇതുപോലെ ഉറപ്പോടെ മറുപടി പറയുവാൻ ഇടയാകണം. ഹല്ലേലൂയ. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. നോക്കൂ, ദാവീദ് സഞ്ചിയിൽ നിന്ന് കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. ഹല്ലേലൂയ. അവൻ കവിണ വീണു. ദാവീദ് ഒരു കവിണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യ മല്ലനെ ജയിക്കുവാനിടയായി തീർന്നു. പ്രിയ മക്കളെ, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അത് യേശുവപ്പൻ നിനക്ക് തന്നതാണോ? അത് മതി. ഹല്ലേലൂയ ശത്രു സൈന്യത്തെ ജയിച്ചടക്കുവാൻ. പ്രിയ മക്കളെ, ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഫെലിസ്ത്യന്റെ വാൾ തന്നെ എടുത്ത് അവന്റെ തല വെട്ടുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. പ്രിയരെ, നാം ഏത് ചുമട് മുന്നോട്ട് വെക്കുന്നോ അത് ഹല്ലേലൂയ ലക്ഷ്യം തെറ്റാതെ ഹല്ലേലൂയ ആയിരിക്കണമെന്നുള്ളതാണ്. പ്രിയ മക്കളെ, അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഈ കവിണയും കല്ലുമാണോ? ഈ തോട്ടിൽ നിന്നെടുത്ത കല്ലാണോ? ഹല്ലേലൂയ അത് മിനുസമുള്ളതാക്കി തരുവാൻ, അത് എവിടെ എറിയണോ, അത് എങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തരും. അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പ്രിയ മക്കളെ, അവൻ വില കൊടുത്തു. ഹല്ലേലൂയ
എനിക്ക് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ഇസ്രായേൽ മക്കളെ എനിക്ക് ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് അവനൊരു ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുപോലെ ഉറപ്പോട് നാം മുന്നോട്ട് പോകണം. വിശ്വാസത്തോട് നമ്മൾ കാഴ്ചയോടെ മുന്നോട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് സകലത്തെയും ജയിച്ചടക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. തന്നിട്ടുള്ള അധികാരങ്ങൾ ഹല്ലേലൂയ നാം അത് ചെയ്തെടുക്കണം. പ്രിയ മക്കളെ, നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അധികാരം ഹല്ലേലൂയ ഉറപ്പോട് വിശ്വാസത്തോട് നാം ചെയ്യുകയാണെങ്കിൽ ശത്രു സൈന്യത്തെ ജയിച്ചടക്കുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. സൈന്യത്തെ നോക്കി നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങുന്നവരെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തില് പല വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, യേശുപ്പച്ചൻ അവരെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാണ്. ആരും പിറകോട്ട് പോകുവാനല്ല, ലക്ഷ്യം തെറ്റാതെ കൊടുത്തിരിക്കുന്ന താലന്തുകളെ വേണ്ടുപോലെ വ്യാപാരം ചെയ്യുവാൻ, സുവിശേഷം അറിയിക്കേണ്ടവരോട് അറിയിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവേ, കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പേടിച്ച് വിറച്ചിരിക്കുവാനല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഇന്നും കർത്താവേ ഹല്ലേലൂയ പല ജീവിതങ്ങളും പേടിച്ചിരിക്കുന്നവരുണ്ടപ്പാ. അവരോടെല്ലാം ദൈവമേ ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കണമേ. യേശുപ്പച്ചൻ കൂടെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് പേടിക്കുന്നു? ഹല്ലേലൂയ. അപ്പന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വെല്ലുവിളിയായി തീരുവാൻ ദൈവം സഹായിക്കണമേ. എൻ്റെ കർത്താവപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.